കോഴിക്കോട് കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവ് ചാടിയ പ്രതി വിനീഷിനെ ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ മാസം 27-നാണ് മഞ്ചേരി സ്വദേശിയായിട്ടുള്ള വിനീഷ് പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസിലെ പ്രതിയാണ്. 2021-ലാണ് 21-കാരിയായ ദൃശ്യയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് വിനീഷ് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നത്. പിന്നീട് ഈ ദൃശ്യയുടെ പിതാവിൻ്റെ കട തീവെച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രതിയെ പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരുന്നു. അവിടെ നിന്ന് തുടർച്ചയായി ജീവനൊടുക്കാൻ ശ്രമിച്ച ഒരു പ്രവണത കാണിച്ചതോടുകൂടിയാണ് വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ജൂൺ 9-ന് മാറ്റുന്ന സാഹചര്യമുണ്ടായത്. അവിടെ നിന്നാണ് പിന്നീട് ഈ കഴിഞ്ഞ മാസം 27-ന് ഈ വിനീഷ് തടവ് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മരുന്ന് കൊടുക്കാനായി നഴ്സുമാർ രാത്രി എത്തിയപ്പോഴാണ് വിനീഷ് ശുചിമുറിയുടെ ചുമർ തുരന്ന് രക്ഷപ്പെട്ട കാര്യം അറിയുന്നത്. പിന്നീട് ഈ CCTV ഇല്ലാത്ത ഇടത്തെ സംരക്ഷണ ഭിത്തി മതിൽ ചാടിക്കടന്നാണ് വിനീഷ് രക്ഷപ്പെട്ടത് എന്ന് പോലീസ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. വിനീഷിനെ തേടി ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം തന്നെ പോലീസ് പോയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഊർജിതമായൊരു ശ്രമം നടത്തിയിരുന്നു. ഒപ്പം തന്നെ വിനീഷിൻ്റെ വിവിധ രൂപങ്ങളിലുള്ള തിരിച്ചറിയാൻ വേണ്ടി വിവിധ രൂപങ്ങളിലുള്ള ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. എന്നിട്ടും വിനീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനത്തിന് ഇടയാക്കുകയാണ്. ഒപ്പം തന്നെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ചയായിട്ടും ഇത് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു മാസം കഴിഞ്ഞിട്ടും ഇവിടെ നിന്ന് തടവ് ചാടിയ പ്രതിയെ കണ്ടെത്താനായിട്ടില്ല എന്ന ഒരു ദൗർഭാഗ്യകരമായൊരു വസ്തുത നിലനിൽക്കുന്നത്. വിനീഷ് തടവ് ചാടി ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കോഴിക്കോട് നിന്നും റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.